ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 400 സ്ക്വയർ ഫീറ്റ് ഒരു ഷീറ്റ് വർക്കാണ്. അപ്പോൾ മഴ കാരണം തുടക്കം മുതലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു 25 അടി നീളം പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സിന്, വീതി ഒരു 15 അടി. അപ്പോൾ നമ്മൾ ഒറ്റ ഡ്രസ്സായിട്ട് കൊടുക്കാനുള്ള സ്പാനും കൂട്ടി വെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റണത്. ലാഡർ അടിച്ചാണ് ഡ്രസ്സ് ഉണ്ടാക്കണത് കേട്ടോ, അല്ലെങ്കിൽ തളർന്നു പോയി. ഈ കാണുന്നൊരു ഏരിയയിലാണ്. അപ്പോൾ ആ ഡ്രസ്സ് പിടിപ്പിക്കാനുള്ള ആങ്കർ ബോൾട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു, പ്ലേറ്റ് പിടിപ്പിക്കാനുള്ള ആങ്കർ ബോൾട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. മഴ കാരണം വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നമ്മളെല്ലാവരും കയറ്റി കഴിഞ്ഞിട്ടാണ്, ഡ്രസ്സൊക്കെ എല്ലാം കയറ്റി കഴിഞ്ഞ് പർലിങ്ങൊക്കെ അടിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഫുൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മഴ നിൽക്കണ കാരണം പിന്നെ പണി ഇങ്ങനെ പെയിൻറ്റിങ് കിടക്കണ തന്നെ വീഡിയോ എടുക്കാൻ ടൈമില്ല. അങ്ങനെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാനും ജിഷിനും എല്ലാം കയറ്റി. ഇനി കുറച്ച് വെൽഡിങ് വർക്ക് ഉണ്ട്, ഫുൾ വെൽഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ വൈകുന്നേരം അടുത്ത മഴക്കുള്ള കോളായപ്പോൾ നമ്മൾ പണി നിർത്തി കേട്ടോ. നമ്മൾ പക്ഷെ മഴ പെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് പാത്തിക്ലാമ്പ് എല്ലാം അടിച്ച് കഴിഞ്ഞ് കാലത്ത് വന്നിന്നും മേള് തെളിഞ്ഞാണ് നിൽക്കണത്. മഴയുടെ ഒരു ഇതുണ്ട് എന്നാലും ചെറുതായിട്ട്. അപ്പോൾ പാത്തിക്ലാമ്പ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് അടിക്കാനുണ്ട്. അപ്പം പിന്നെ അവിടെ കുറേ സ്റ്റീലിൻ്റെ പൈപ്പുകൾ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഷീറ്റ് ഇട്ട് തീർത്ത് 2 ഷീറ്റായിട്ടാണ് ഇടുന്നത്, ഒറ്റ ഷീറ്റായിട്ടല്ല ഇടുന്നത്. 14 അടി ഷീറ്റും പിന്നെ 12 അടി ഷീറ്റും കൂടിയാണ് ഇടുന്നത്. 25 അടി വന്നായിരുന്നു. അപ്പോൾ ഒരടി ഉള്ളിലോട്ട് ഓവർലാപ്പായിട്ട് കയറുക എന്നുള്ളല്ലോ. അപ്പോൾ നമ്മൾ 14 അടി ഷീറ്റൊക്കെ ഇട്ട് തീർത്ത് പിന്നെ പോസ്റ്റൊക്കെ ഒന്ന് ബലപ്പെടുത്താനുണ്ട്. അപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടാ. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഒരു 2 ഷീറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ കംപ്ലീറ്റ് ആകും. അപ്പോൾ പർലിങ് കുറച്ച് ചാടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് കളയണം. 5 ഷീറ്റേ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ 6 മീറ്ററിൻ്റെ പർലിങ് 6 മീറ്ററാണല്ലോ വരുന്നത്. അപ്പോൾ 1 മീറ്റർ കട്ട് ചെയ്ത് കളയാനുണ്ടാകും. കട്ട് ചെയ്ത് 6 ഷീറ്റ് ഇടാൻ പറഞ്ഞത് അവരല്ല. അപ്പോൾ ഒരു തെങ്ങിന് നിൽക്കുന്നുണ്ട്. തെങ്ങിന് നിൽക്കണ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാവിയിൽ അങ്ങോട്ട് നീട്ടി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഒരുപാടാവണ കാരണം 400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ലാഡറൊക്കെ അടിച്ച് വെച്ചാൽ നല്ല റേറ്റായി. അപ്പോൾ ഭാവിയിൽ ഇനി നീട്ടാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ വർക്ക് നമ്മളുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാണ്. സെൽഫ് അടിക്കാനാണെങ്കിൽ എല്ലാ ഷീറ്റും ഒന്നും കൂടി ഒന്ന് സെൽഫ് അടിക്കാണ്ട്. ഇത്രയും ഏരിയ കിടക്കണതന്നെ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കുമല്ലോ. നമ്മൾ സെൽഫ് നല്ലോണം അടുപ്പിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഇടന്ന് അടിക്കും കാറ്റിട്ട്. എല്ലാ കോറിലും സെൽഫൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പണി കഴിഞ്ഞ് എല്ലാ ടൂൾസ് ഒതുക്കി കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും ഒരു ആചാരം ഉണ്ടല്ലോ, എന്തെങ്കിലും വെക്കാനാ ചെറിയ ചെറിയ ബിൽഡിങ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ടൂൾസ് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് അവർ പറയണ ഫാൻ ഇടാനായിട്ട് അവർക്ക് അവിടെ ഒരു ഇത് വേണമെന്ന്, ഹുക്ക്. അങ്ങനെ അവിടെ ഒരു ഹുക്ക് അതും കൂടി വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വ്യൂ കേട്ടോ, താഴത്തെ. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വർക്കിൽ എന്തെങ്കിലും തെറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർക്കിൽ അത് ശരിയാക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.